സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സൂപ്പർ കപ്പിൽ തുടർച്ചയായിട്ട് തോറ്റ് ശീലിച്ച ബ്ലാസ്റ്റേഴ്സ് അത് ISL-ലും ഒന്ന് പരീക്ഷിച്ചിരിക്കുകയാണ്. ISL-ലെ സെക്കൻഡ് ഫേസിന്റെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് മാച്ചിൽ ഒഡീഷ FCക്കെതിരെ ഒരു തോൽവി, അതും വിജയിച്ചു നിന്നതിന് ശേഷം, ഒരു ഗോളിന് മുന്നിൽ നിന്നതിന് ശേഷം ഫസ്റ്റ് ലെഗിൽ നമ്മൾ ഒഡീഷ FCയെ എങ്ങനെയാണോ തോൽപ്പിച്ചത് സെയിം രീതിക്ക് തന്നെ വളരെയധികം ഐഡന്റിക്കലായിട്ട് സെക്കൻഡ് ഹാഫിൽ 2 ഗോൾ അടിച്ച് ഒഡീഷ FC ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു പരിധി വരെ സൂപ്പർ കപ്പിന്റെ ഒരു തുടർച്ചയായിട്ട് ഈ ഒരു മാച്ച് ഫീൽ ചെയ്തിട്ടില്ല. അതിനുള്ള മെയിൻ കാരണം, അല്ലെങ്കിൽ ഒരേ ഒരു കാരണം, ഈ മാച്ചിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഹാഫാണ്. ഈ ഒരു മാച്ചിന്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ സൂപ്പർ കപ്പിൽ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി ആ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്തത് ISL-ലെ ബ്ലാസ്റ്റേഴ്സുമായിട്ട് തന്നെയാണ്. ആദ്യത്തെ ഹാഫ് കഴിയുമ്പോൾ ലീഡിലേക്ക് വരാനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഫസ്റ്റ് ഹാഫിലെ ടീമിന്റെ ഡിഫെൻഡിങ് ആണ്. വളരെ നീറ്റായിട്ടാണ് നമ്മൾ ISL-ൽ മോഹൻ ബഗാനെയും മുംബൈ സിറ്റി FCയും എങ്ങനെ പൂട്ടിയോ ആ രീതിയിൽ വളരെ മികച്ച രീതിയിലുള്ള ഡിഫെൻഡിങ് വെച്ചിട്ട് ഒഡീഷ FCയുടെ ത്രെട്ടുകൾ ഒരു ഗോളിലേക്ക് അവസാനിപ്പിക്കുന്ന രീതിയിൽ മാറ്റാതിരിക്കാൻ നമ്മുടെ ഡിഫൻസിന് സാധിച്ചിട്ടുണ്ട്. അവിടെ എടുത്തു പറയേണ്ട ചില പെർഫോമൻസുകളിൽ മെയിനായിട്ട് വിങ്ങിലൂടെയുള്ള മുന്നേറ്റങ്ങളാണ് കൂടുതലും ഒഡീഷ FC ഫോക്കസ് ചെയ്തത്. ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ അവിടെ നവോച സിംഗിന്റെ പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ വളരെയധികം എടുത്ത് പറയേണ്ടതായിട്ട് തോന്നി. കാരണം ആ ഒരു സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ബോളുകളാണ് അദ്ദേഹം ഇന്റർസെപ്റ്റ് ചെയ്തും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്തും ആ ഒരു സൈഡിലൂടെ വന്ന മൂവ്മെന്റ്സിനെ ക്ലോസ് ഡൗൺ ചെയ്തും അതുപോലെ തന്നെ റിക്കവർ ചെയ്തിട്ടൊക്കെ ഒഴിവാക്കിയത് ഒരുപാടുണ്ടായിരുന്നു. ആ ഒരു വിങ് ഫസ്റ്റ് ഹാഫിലൊന്നും നിശബ്ദമാക്കി നിർത്താൻ, അല്ലെങ്കിൽ അതിലൂടെ കാര്യമായ രീതിയിലുള്ള ഗോൾ ചാൻസുകൾ ഒഡീഷ FCക്ക് തുറന്നു കിട്ടുന്നത് പോലെ ആവാതിരിക്കാൻ നവോച സിംഗിന്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ സെന്റർ ബാക്ക് പെയർ ലെസ്കോസും മിലോസും ഈ ഒരു മാച്ചിൽ കമ്പാരിറ്റീവ്ലി ലെസ്കോസ് ഒന്ന് ഡൗൺ ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സൂപ്പർ കപ്പിലും അതിന്റെ ഫോമിൽ കുറച്ച് ഡിഫറൻസ് ഫീൽ ചെയ്തിരുന്നു. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴും നമ്മൾ ISL-ൽ എവിടെ നിർത്തിയോ ആ ഒരു ലെസ്കോസിനെ കാണാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് മാർക്കിങ്സിനാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ 1-2 സിറ്റുവേഷനിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒരു വലിയ ശതമാനം സമയങ്ങളിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം മിലോസിന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ത്രൂ ഔട്ട് ദ ഗെയിം നോക്കുകയാണെങ്കിലും മിലോസ് വളരെ മികച്ച രീതിയിലാണ് ഡിഫെൻഡ് ചെയ്യുള്ളത്. ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ചും ടാക്കിൾസും ബ്ലോക്സും അതുപോലെ തന്നെ ഹൈ ബോൾ ഡിഫെൻഡിങ്ങും അതൊക്കെ വെച്ചിട്ട് മിലോസ് വളരെ ആക്റ്റീവായിട്ടാണ് പെർഫോം ചെയ്തത്. അദ്ദേഹത്തിന്റെ ചില പെർഫോമൻസ് കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് ഒഡീഷ FCക്ക് ഗോൾ നിഷേധിക്കപ്പെട്ട അവസരങ്ങൾ പോലും ഉണ്ടായിരുന്നു. മിലോസും അതിന്റെ പാർട്ട് നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രീതം കോട്ടാലിന് ഒരുപാട് ഡിഫെൻസീവില് നമ്മൾ ആക്ടുകളിൽ കാണുന്നില്ലെങ്കിലും കൃത്യമായ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഈ പറഞ്ഞ ഒരു ടാക്കിളിലേക്കോ ഇന്റർസെപ്ഷനിലേക്കോ പോവാതെ ആ ഒരു ക്ലോസ് ഡൗണും ആ ഒരു മൂവ്മെന്റ് വരാതെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ പ്രീതം കോട്ടാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാൾ അസറാണ്. അതും കൗണ്ടർ സിറ്റുവേഷൻസിൽ അദ്ദേഹത്തിന്റെ റിക്കവറീസ്, അത് ഒന്നിലധികം സിറ്റുവേഷനിൽ ഒഡീഷ FCയുടെ കൗണ്ടേഴ്സ്, പ്രത്യേകിച്ചും കോർണർ അവർ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷനുള്ള കൗണ്ടറും, അത്തരം കൗണ്ടർ സിറ്റുവേഷനിൽ റിക്കവറീസ് കൊണ്ടുവരാനും പന്ത് ഹോൾഡ് ചെയ്യാനും കൃത്യമായിട്ട് ആ ഒരു മിഡ് മാനേജ് ചെയ്യാനും അസർ സാധിക്കുന്നുണ്ടായിരുന്നു. സോ ഇവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ISL-ൽ എവിടെ നിർത്തിയോ ആ രീതിയിൽ തന്നെ കളിക്കുന്ന, ഡിഫൻസ് വെച്ച് കളിക്കുന്ന, അതേസമയം കിട്ടിയ ഒരു ചാൻസ് മുന്നിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബ്ലാസ്റ്റേഴ്സിനെ തന്നെയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് കളി കംപ്ലീറ്റ് ആയിട്ട് കയ്യിൽ നിന്ന് പോകുന്നത്. സെക്കൻഡ് ഹാഫിൽ ഈ പറഞ്ഞ ഒരു ക്വാളിറ്റീസും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവിടെ സൂപ്പർ കപ്പിൽ നമ്മൾ കണ്ട ബ്ലാസ്റ്റേഴ്സിനെയാണ് സെക്കൻഡ് ഹാഫിൽ കാണുന്നത്. വലിയ രീതിയിലുള്ള നോട്ടപ്പിശകുകൾ. ആദ്യത്തെ ഗോള് ആ ഒരു സെറ്റ് പീസിൽ നിന്നായിരുന്നു, കോർണറിൽ നിന്ന്. രണ്ടാമത്തെ ഗോൾ ഒരു ക്രോസിൽ നിന്നാണ്. ഈ രണ്ട് സമയത്തും റോയ് കൃഷ്ണ എന്ന് പറയുന്ന ഡേഞ്ചർ ആയിട്ടുള്ള അവരുടെ കീ പ്ലെയറിന്റെ, ടാർഗറ്റ് മാനെ ഒരു ഫ്രീ ഹെഡറിലേക്ക്, സെക്കൻഡ് ഗോൾ പ്യൂർലി ഒരു ഫ്രീ ഹെഡറാണ്, ആ രീതിയിലേക്ക് മാറുന്നത് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ആ ക്രോസ് വന്നത് ഈ പറഞ്ഞ നവോച്ചയുടെ അതേ വിങ്ങിലൂടെയാണ്. ഫസ്റ്റ് ഹാഫിൽ ആ സിറ്റുവേഷനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത നവോച്ചയ്ക്ക് സെക്കൻഡ് ഹാഫിൽ ഈ പറഞ്ഞ ഗോൾ വന്ന സിറ്റുവേഷൻ, അവിടെ ഒരു ത്രോയിനിൽ നിന്നാണ് ഒരു ഗോൾ വരുന്നത്. അതിനെ മാത്രം പഴി പറയാൻ പറ്റില്ല. എന്നാൽ പോലും ആ ഒരു വിങ്ങിലൂടെയാണ് ആ ഒരു ക്രോസ് വരുന്നതും. അതൊരു പെർഫെക്റ്റ് ക്രോസ് ആയിരുന്നു. ഒരു തല വെക്കേണ്ടതിന്റെ ആവശ്യം മാത്രമാണ് റോയ് കൃഷ്ണക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാലും അതിന് ഫ്രീ ആയിട്ട് വിട്ട് ആ ഒരു ഹെഡർ ഫ്രീ ആയിട്ട് ചെയ്യാൻ അനുവദിച്ചതിൽ ലെസ്കോസിന്റെ ആ ഒരു എററും എടുത്തു പറയേണ്ടതാണ്. സോ ഈ രണ്ട് സിറ്റുവേഷനിലും, ഈ 2 ഗോൾ സിറ്റുവേഷനിലും നമുക്ക് ബ്ലാസ്റ്റേഴ്സിനെ ഈ പറഞ്ഞ പോലെ ഒരു കെയർലെസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന, ISL-ൽ ഫുൾ ടൈം 90 മിനിറ്റ്സും കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവിടെ ഒരു എതിരാളികൾക്ക് ഒരു അവസരം പോലും കൊടുക്കാത്ത രീതിയിൽ ടൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ച് ഡിഫെൻഡിങ് രീതി വലിയ രീതിയിൽ പൊളിഞ്ഞതുപോലെയാണ് സെക്കൻഡ് ഹാഫിൽ ഈ 2 സിറ്റുവേഷനും കാണുന്നത്. ആൻഡ് ഇവിടെ ഒരു തിരിച്ചു വരവിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു സംഭവം സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണുന്നില്ല. അറ്റാക്കിങ്ങിൽ പന്ത് ഹോൾഡ് ചെയ്യാനോ കിട്ടിയ പന്ത് കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരാനോ ഒരു കൃത്യമായ ചാൻസിലേക്ക് മാറ്റാനോ കിട്ടിയ ചാൻസസ് കൺവേർട്ട് ചെയ്യാനോ സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നില്ല. ആൻഡ് ഫസ്റ്റ് ഹാഫിലും ഈ ഒരു ചെറിയ പ്രശ്നം ഫീൽ ചെയ്തത് ഒഡീഷ FC വലിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അതിനെ മുതലെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കാത്തത് പോലെയാണ്. അഹമ്മദ് ഒരുപാട് മിസ് പാസ് ഉണ്ടായിരുന്നു. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഒരുപാട് സമയങ്ങളിൽ ഫോൺ ഹാഫിലിട്ട് തട്ടി കളിച്ച് ഈ പറഞ്ഞ പോലെ പ്രഷർ അവർക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതിനൊന്നും മുതലാക്കി എടുക്കാൻ, ഒരു ഗോള് സ്കോർ ചെയ്തു, പക്ഷെ അവിടെ കുറച്ചുകൂടി ഒരു ലീഡ് കൊണ്ടുവരാനോ ചാൻസ് കിട്ടിയിരുന്നു ദാനിഷ് ഫാറൂഖിലൂടെയൊക്കെ. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വന്ന മിസ്റ്റേക്കിനെ, ആ ഒരു പ്രഷറിനെ കുറച്ചധികം നമ്മൾ ഫോം സ്റ്റേഡിയത്തിൽ കാണുന്നത് പോലെ ആ പ്രഷറിനെ ഒന്ന് മുതലാക്കി
കുറച്ച് ഗോൾ സ്കോർ ചെയ്യുന്ന രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ മാറിയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഡീസൻ്റ് ആയിട്ട് ഒന്ന് പതിയെ കളിച്ചാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഒരൊറ്റ ഗോളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി കിട്ടിയ അവസരങ്ങൾ അവർക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്സ് കാര്യമായിട്ട് മുതലാക്കാൻ സാധിച്ചില്ല. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ഈ ഒരു കെയർലെസ് ബിഹേവിയർ കൂടി വന്നതോടുകൂടി ആ ഒരു കളി കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ആൻഡ് ഇവിടെയും നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ ബിൽഡപ്പിനെ മറികടന്ന രീതിയാണ്. നമ്മൾ ജംഷഡ്പൂർ FC മറികടന്ന രീതിയെ പറ്റി സംസാരിച്ചിരുന്നു. ഇവിടെയും അഹമ്മദ് ജാഹുവിനെയും അതുപോലെ തന്നെ കുട്ടിയെയും അതുപോലെ തന്നെ ഫുൾ ബാക്സിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടും അവർ ഈ പറഞ്ഞ ഓപ്പൺ ഹാഫിലേക്കും സെന്റർ ലൈനിലേക്കൊക്കെ എത്തുന്നത് കാണുന്നു. പക്ഷേ ഇവിടെ അമിതമായിട്ട് ആ ഒരു ബിൽഡപ്പ് പ്രിവെൻഷന് ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചതുപോലെ ഫീൽ ചെയ്തില്ല. പ്രത്യേകിച്ച് പെപ്രയുടെ അഭാവമുണ്ട്. പെപ്രയുടെ അഭാവത്തിൽ നിഹാൽ സുധീഷ് ഈ പറഞ്ഞ പോലെ ഒരു അസിസ്റ്റിന്റെ രൂപത്തിൽ ഗോൾ ഷീറ്റിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഓഫ് ദ ബോൾ അതിന്റെ പ്രസ്സിങ്ങും അതിന്റെ ഇടപെടലുകളൊക്കെ നന്നായിരുന്നു. വിത്ത് ദ ബോൾ ആ ഒരു അസിസ്റ്റ് മാറ്റി എടുത്തു കഴിഞ്ഞാൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പെപ്രയ്ക്ക് പകരം വന്ന നിഹാൽ സുധീഷിനും സാധിക്കാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ബിൽഡപ്പ് പ്രിവെൻഷനിൽ അധികം പ്രസ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ടാക്ടിക്സ് വൈസ് ഒഡീഷ FC മറികടന്ന് വരുന്നത് പോലെ ആ ബിൽഡപ്പിനെ സുഖമായിട്ട് ഓപ്പൺ ഹാഫ് വരെ എത്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ വരെയെങ്കിലും എത്തിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ബിൽഡപ്പ് പ്രിവെൻഷൻ ടാക്ടിക്സ് കൃത്യമായിട്ട് വർക്ക് ആയതുപോലെയോ യൂസ് ചെയ്തതുപോലെയോ ഫീൽ ചെയ്തില്ല. സോ എന്തായാലും നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ഒരു വലിയ ബ്രേക്കിന് ശേഷം ISL തിരിച്ചു വരുന്നതാണ്. പെപ്ര അതുപോലെ തന്നെ നമ്മുടെ ഒരു ലൈനപ്പിന്റെ ഒരു ചേഞ്ച് ഒക്കെ ഈ ഒരു മാച്ചിൽ എഫക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സിർമിസ് ആണെങ്കിലും ജസ്റ്റിൻ ആണെങ്കിലും അവർ ഈ ഒരു മാച്ചിലേക്ക് അല്ലെങ്കിൽ ISL വന്നിട്ടുള്ള തുടക്കത്തിലെ മിനിറ്റുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് സെറ്റ് ആവാനും അവർ ലൈനപ്പിലേക്ക് വരാനും സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വരാനൊക്കെ ടൈം എടുക്കുമായിരിക്കാം. സോ അത് ഈ ഒരു മാച്ചിൽ ഈ ഒരു തോൽവിയിലൂടെ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കണ്ട ആ ഒരു സ്പാർക്ക് ISL ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാർക്കും സൂപ്പർ കപ്പിലേക്കുള്ള ഒരു തിരിച്ചുപോക്കല്ല എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ അറ്റാക്കിംഗ് കുറച്ച് ഡള്ളായിരുന്നെങ്കിലും ഡിഫെൻഡിങ് വളരെ നീറ്റായിട്ട് ചെയ്യാനും ഒരു ഗോളിന്റെ ലീഡ് സ്വന്തമാക്കാനും ആദ്യ ഹാഫിൽ സാധിച്ചിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് അറ്റാക്കും പോയി ഡിഫെൻഡും പോയി എന്നൊരു അവസ്ഥ വന്നിട്ടുള്ളത്. ഇനി വരുന്ന മാച്ചുകളിൽ വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ മൂന്നാമത്തെ തോൽവി മാത്രമാണ്. സൂപ്പർ കപ്പിലെ 2 തോൽവി വരുമ്പോൾ ഈ ഒരു തോൽവി ഒരു വലിയ തോൽവിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇത് വെറും മൂന്നാമത്തെ മാത്രം തോൽവിയാണ്. ഇപ്പോഴും പോയിന്റ് ടേബിളിന്റെ ഒരു മുകൾ ഭാഗത്ത് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഉണ്ട്. സോ തിരിച്ചു വരാൻ യാതൊരു പ്രയാസവുമില്ല. ഈ ഒരു തോൽവി വളരെ അപൂർവമായിട്ട് ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുന്ന തോൽവികളിൽ ISL വഴങ്ങുന്ന തോൽവികളിൽ ഒന്നായിട്ട് മാറി വളരെ പെട്ടെന്ന് ലൈനപ്പ് സെറ്റാക്കി ഈ പറഞ്ഞ പുതിയ പ്ലെയേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തിരിച്ചു വരാൻ ഇവാൻ വുക്കമനോവിച്ചിനും കേരള ബ്ലാസ്റ്റേഴ്സിനും സാധിക്കുന്നു പ്രതീക്ഷിക്കാം. ഈ മാച്ചിന്റെ ടാക്ടിക്കലി കുറച്ച് ഡീപ്പായുള്ള വീഡിയോ ഒരു തവണ കൂടി നമ്മൾ മാച്ച് കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നിങ്ങൾക്ക് തോന്നിയ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.